ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ 8ാം ക്ലാസ്സിലെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 23. ഹൗ ഡിഡ് കലാം സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ഓൺ ഹിസ് ട്രാവൽസ് അബ്രോഡ്? കലാം വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഇന്ത്യയിലെ ന്യൂസൊക്കെ ആയിട്ട് ഒരു ടച്ച് ഉണ്ടായിരുന്നു, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ ന്യൂസ് എങ്ങനെയായിരുന്നു അദ്ദേഹം അറിഞ്ഞിരുന്നത്? When abroad, Kalam stays in touch with news from India by going online to read news articles and editorials in magazines and newspapers. വിദേശത്തായിരിക്കുമ്പോൾ കലാം ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി ഒരു സമ്പർക്കം പുലർത്തിയിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആ ന്യൂസ് ഒക്കെ വായിച്ചിരുന്നത്? ഓൺലൈൻ വഴിയാണ് അല്ലേ? ഓൺലൈൻ വഴി കിട്ടുന്ന ന്യൂസ് ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും എല്ലാം ഇദ്ദേഹം വായിച്ചിരുന്നു. Second one, mention a few people who influenced Kalam's early life. കലാമിനെ തന്റെ കുട്ടിക്കാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെയൊക്കെ പേരാ മനസ്സിലേക്ക് വരുന്നത്? ജലാലുദ്ദീൻ ആൻഡ് ഷംസുദ്ദീൻ അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? Those who influenced Kalam's early life include his cousin Shamsuddin, who ran the newspaper agency, and Jalaluddin. അങ്ങനെ എഴുതാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Page number 24. What was the effect of the sanctions on Kalam's family? കലാമിന്റെ ഫാമിലിയിലെ സർക്കാരിന്റെ ആ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ബാധിച്ചത്? ഹൗ ഡിഡ് ദ ഫാമിലി കോപ്പ് വിത്ത് ദിസ്? ആ ഫാമിലി എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്? കോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിടുക, അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ എങ്ങനെ ആൻസർ എഴുതാം? The sanctions of World War II affected Kalam's family. അപ്പോൾ കലാമിൻ്റെ ഫാമിലിയെയും ഏതൊരു കുടുംബത്തെയും പോലെ തന്നെ ഈ സർക്കാരിൻ്റെ സാങ്ഷൻസ് ഒക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്തിരുന്നു. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഗെറ്റ് ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് അതർ നെസസിറ്റീസ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ഫുഡിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ആൻഡ് അതർ നെസസിറ്റീസ്, മറ്റ് പല അത്യാവശ്യമായുള്ള കാര്യങ്ങളൊക്കെ കിട്ടാതെ വന്നു. കലാംസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ എൻഷുർഡ് ദാറ്റ് everyone was fed by reducing their own food for the sake of the family. കലാമിന്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ എന്താ ചെയ്ത്? അവർ സാക്രിഫൈസ് ചെയ്തു അല്ലേ? ഒരുപാട് സ്വന്തം ഭക്ഷണം എല്ലാം കുറച്ചുകൊണ്ട് ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി അവര് പരിശ്രമിച്ചു. നെക്സ്റ്റ് വൺ, വൈ ഡസ് യങ് കലാം സേ മൈ എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്? എൻ്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് കലാം പറഞ്ഞത്? യങ് കലാം സേസ് ഹിസ് എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ് ബിക്കോസ് ഹി വാസ് എക്സൈറ്റഡ് അബൌട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. അപ്പോൾ വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ വന്നപ്പോൾ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷംസുദ്ദീൻ പത്രം വിതരണം ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞതും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. കാരണം കുടുംബത്തിലേക്കുള്ള ഒരു വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് അത്രയും സന്തോഷം വന്നത്. ഇനി ഫിഫ്ത്ത് വൺ, പേജ് നമ്പർ 25. വാട്ട് വാസ് ദ കണ്ടീഷൻ പോസ്ഡ് ബൈ ദ മാത്തമാറ്റിക്സ് ടീച്ചർ ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഇമ്പാക്ട് കലാംസ് ഡെയിലി ഷെഡ്യൂൾ? മാത്തമാറ്റിക്സ് ടീച്ചർ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അല്ലേ? ആ കണ്ടീഷൻ എന്തായിരുന്നു? ആൻഡ് കലാമിന്റെ ഈ ഡെയിലി ഷെഡ്യൂളിനെ അതെങ്ങനെയാണ് ബാധിച്ചത്? ദ മാത്തമാറ്റിക്സ് ടീച്ചർ insisted that students had to reach his home at dawn after taking a bath. നല്ലപോലെ കുളിച്ച് വൃത്തിയായി പ്രഭാതത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തണമെന്നായിരുന്നു മാത്തമാറ്റിക്സ് ടീച്ചർ വെച്ച കണ്ടീഷൻ. ദിസ് meant that young കലാം had to wake up very early. അതുകൊണ്ട് തന്നെ കലാമിന് ഒരുപാട് നേരത്തെ എഴുന്നേൽക്കേണ്ടതായിട്ട് വന്നു. He would return home by 5 AM. എന്നിട്ടോ ട്യൂഷൻ എല്ലാം കഴിഞ്ഞിട്ട് 5 മണിയാവുമ്പോൾ തിരിച്ച് വീട്ടിലെത്തണം. ആൻഡ് ദെൻ ഗോ ഓൺ ടു അറ്റൻഡ് ദ അറബിക് സ്കൂൾ. എന്നിട്ട് അറബിക് സ്കൂളിൽ പഠിക്കാൻ പോകണം. ആഫ്റ്റർ ദീസ് ഹി വുഡ് ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു പിക്കപ്പ് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. അതിനുശേഷമാണ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് പിക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകേണ്ടതും. Next one, how did Kalam go about the work of newspaper distribution? Page number 26. കലാം എങ്ങനെയാണ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? ഫസ്റ്റ്, കലാം ഹാഡ് ടു പിക്കപ്പ് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് അറ്റ് ദ സ്റ്റേഷൻ. ആദ്യം തന്നെ കലാമിന് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് സ്റ്റേഷനിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഹി വുഡ് ഡിവൈഡ് ദ പേപ്പേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ ലൊക്കേഷൻ ആൻഡ് ഡെലിവർ ദം ടു ദ സബ്സ്ക്രൈബേഴ്സ്. എന്നിട്ട് ലൊക്കേഷൻ അനുസരിച്ച് പേപ്പറുകളെല്ലാം ഡിവൈഡ് ചെയ്ത് അത് വരിക്കാർക്ക് ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നു. He completed this task every morning before school. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ പണികളെല്ലാം ഇവൻ ചെയ്തിരുന്നത്.
The next question, page number 27. Newspapers opened up new worlds for young Kalam. Do you agree? Give reasons. അപ്പം ന്യൂസ് പേപ്പേഴ്സ് ഒരു പുതിയ ലോകമാണ് കലാമിന് വേണ്ടിയിട്ട് തുറന്നു തന്നത്. ഡു യു എഗ്രി? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഗിവ് റീസൺസ്. കാരണങ്ങൾ പറയുക. Yes, the newspapers did indeed open up new world for Kalam with news of the independence movement, World War II and of great people like Gandhiji and Pandit Nehru. സ്വാതന്ത്ര്യ സമരം, രണ്ടാം ലോക മഹായുദ്ധം, ഗാന്ധിജി, പണ്ഡിറ്റ് നെഹ്റു തുടങ്ങിയ മഹാന്മാരെ കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിലുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവരുടെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ കലാമിന് അതൊരു പുതിയ ലോകമായിട്ടായിരുന്നു തോന്നിയത്. This made him wonder about the larger world beyond his small town. അപ്പം തന്റെ ചെറിയ പട്ടണത്തിനപ്പുറമുള്ള ആ വലിയ ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഇതൊക്കെ അത്ഭുതപ്പെടുത്തി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കലാം സേസ് ഹി ഗ്രൂ taller and browner in a year. What does this suggest? കലാം പറയുന്നുണ്ട് ഞാൻ പൊക്കവും വെച്ചു അതുപോലെ തന്നെ ബ്രൗണറും ആയി. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? This suggests that Kalam became more mature physically and that he had to spend a lot of time outdoors in the sun for the newspaper distribution job. കലാം ശാരീരികമായിട്ട് കൂടുതൽ പക്വത പ്രാപിച്ചുവെന്നും അതുപോലെ തന്നെ പത്രവിതരണ ജോലിക്കായിട്ട് അദ്ദേഹത്തിന് ധാരാളം സമയം പുറത്ത് വെയിലത്ത് ചിലവഴിക്കേണ്ടി വരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. The phrase tall and browner highlights his growth in terms of height and the tan from working outdoors. Taller and browner എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിച്ചത് കൂടുതൽ വളർന്നു എന്നുള്ളതാണ്. അതുപോലെ ബ്രൗണർ എന്ന് പറയുന്നതിന്റെ കൂടുതൽ അർത്ഥം എന്താണ്? ടാൻ അടിക്കില്ലേ നമ്മൾ വെയിലത്തൊക്കെ നടക്കുമ്പോൾ. അപ്പൊ ഇദ്ദേഹം പത്രവിതരണത്തിനായിട്ട് പോകുമ്പോൾ കുറെ വെയിലൊക്കെ അടിച്ച് ഇദ്ദേഹം ഇരുണ്ടുപോയി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു രീതിയിലും കൂടി ആൻസർ എഴുതാം. ദിസ് സജസ്റ്റ് ഹിസ് മെച്യൂരിറ്റി ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്. The word taller may represent his growth in terms of responsibility and experience, and browner could be taken to reflect his hard work and his exposure to the challenges of the workday world. ഇത് അദ്ദേഹത്തിന്റെ പക്വതയെയും വ്യക്തിത്വ വികാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഉയരം എന്ന വാക്ക് തന്റെ ഉത്തരവാദിത്വത്തിലും അനുഭവത്തിലും അദ്ദേഹത്തിന്റെ വളർച്ചയെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ ബ്രൗണർ എന്നത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിനെയും അതുപോലെ ചലഞ്ചസ് ഓഫ് വർക്ക്സ് അതൊക്കെയാണ് കാണിക്കുന്നത്. How was Kalam able to ignore the intense tiredness at the end of each day? വൈകുന്നേരം ആകുമ്പോഴത്തേനും കലാം ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ടയേർഡ് ആവും അല്ലേ. പക്ഷെ അദ്ദേഹം അത് അവഗണിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതിനെ മൈൻഡ് ചെയ്യാതെ വിടുകയായിരുന്നു. കാരണം എന്താണ്? കലാം could ignore the intense fatigue at the end of each day because he loved and enjoyed his work and was proud of contributing to the household income and thereby helping his family. കലാം തൻ്റെ ആ ഒരു ഫാറ്റീഗ്, ടയർഡ്നെസ് എല്ലാം അദ്ദേഹം മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല, അവഗണിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം തന്റെ ജോലിയെ സ്നേഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു. കുടുംബ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നതിലും അതുവഴി കുടുംബത്തെ സഹായിക്കുന്നതിലും അദ്ദേഹം അഭിമാനിച്ചിരുന്നു. His mother's secret pride in him and his own personal sense of fulfillment and responsibility helped him stay motivated and committed to his duties. അമ്മയ്ക്ക് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു അല്ലെ കലാമിനെ ഓർത്ത്. കാരണം ചെറുപ്രായത്തിൽ തന്നെ കലാം കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, തന്നാൽ ആവുന്ന വിധം അദ്ദേഹം ചെയ്യാണ്. അപ്പൊ ആ ഒരു പ്രൈഡ് അമ്മയിൽ ഉണ്ട് എന്ന് കലാമിന് മനസ്സിലായി. അപ്പൊ അമ്മയുടെ ആ ഒരു അഭിമാനമാണ് കൂടുതലും ഇദ്ദേഹത്തെ ടയേർഡ് ആവാതെ കൂടുതൽ എനർജറ്റിക് ആയിട്ട് പിന്നെയും വർക്കിനായിട്ട് പോവാനായിട്ട് സഹായിച്ചതും. നെക്സ്റ്റ് വൺ നോക്കാം. ലെറ്റ്സ് റിവൈൻഡ്. ഗോ ത്രൂ ദ പാസേജ് ആൻഡ് ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓഫ് ദ ഓപ്ഷൻസ് ഗിവൺ. ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് മോട്ടിവേറ്റഡ് അബ്ദുൽ കലാം ടു ടേക്ക് ഓൺ ദി ന്യൂസ് പേപ്പർ ഡെലിവറി? ന്യൂസ് പേപ്പർ ഡെലിവറി ഏറ്റെടുക്കാൻ കാരണം എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? എന്താണ് ആൻസർ ചെയ്താ വരിക? ഡി ആണ് വരിക അല്ലെ. ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. സെക്കൻഡ് വൺ, വാട്ട് ഡു യു തിങ്ക് വാസ് ദ ബിഗസ്റ്റ് ചലഞ്ച് അബ്ദുൽ കലാം ഫേസ്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്? ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ് ആയിരുന്നപ്പോൾ അബ്ദുൽ കലാം നേരിട്ട ഏറ്റവും വലിയ ചലഞ്ച്, വെല്ലുവിളി എന്തായിരുന്നു? ഏത് ആൻസർ വരിക? The need to balance work and learning അല്ലെ. സമയം അത് തികയുന്നുണ്ടായിരുന്നില്ല, രാവിലെ തന്നെ എല്ലാത്തിനും കിടന്ന് ഓടണമായിരുന്നു. അപ്പൊ the need to balance work and learning, അത് ആൻസർ എഴുതാം. What was the major effect of World War II on Kalam's family?
വലിയൊരു ഇഫക്റ്റ് എന്തായിരുന്നു? കലാമിന്റെ ഫാമിലിയിൽ വേൾഡ് വാർ സെക്കൻഡ് വരുത്തി വെച്ച ഇഫക്റ്റ് എന്തായിരുന്നു? ഏത് ആൻസർ വരിക? ബി ആണ് അല്ലേ? ഹാഡ് ടു റേഷൻ ഫുഡൊക്കെ ഒരുപാടൊന്നും കിട്ടിയിരുന്നില്ല, കുറച്ച് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അത് ആവശ്യത്തിന് പോലും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു വലിയൊരു വെല്ലുവിളി. നെക്സ്റ്റ് വൺ, വാട്ട് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഡിഡ് കലാം ഡെവലപ്പ് ബൈ ന്യൂസ് പേപ്പർ ഡെലിവറി? ന്യൂസ് പേപ്പർ വിതരണം ചെയ്തതിനോടൊപ്പം കലാം നേടിയെടുത്ത ഒരു സ്കിൽ എന്താണ്? ഏത് സ്കില്ലാ? ടൈം മാനേജ്മെന്റ് അല്ലേ? ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ അദ്ദേഹം പഠിച്ചു. ഇനി ബി നോക്കാം. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റുട്ടീൻ? മദർ അദ്ദേഹത്തിന്റെ ഡെയിലി റുട്ടീനിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? Kalam's mother supported him by waking him up early in the morning to help him prepare for his tuition. അപ്പോൾ രാവിലെ തന്നെ അമ്മ വന്ന് എഴുന്നേൽപ്പിക്കുമായിരുന്നു ട്യൂഷന് പോവാനായിട്ട്. ഷി വുഡ് മേക്ക് ഷുവർ ഹി ഹാഡ് എ ബാത്ത് ആൻഡ് വാസ് റെഡി ടു ലീവ് ഇൻ ടൈം ഫോർ ദ ക്ലാസ്. കലാം കുളിച്ചുവെന്നും ക്ലാസ്സിന് പോവാൻ കറക്റ്റ് സമയമായി എന്നും ഒക്കെ ഉറപ്പിക്കുന്നത് അമ്മയായിരുന്നു കറക്റ്റ് സമയത്ത് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് വിടുന്നത്. She would ensure that Kalam had a simple but filling breakfast before sending him off to school. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ലളിതമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം അത് മുഴുവനായിട്ട് കഴിക്കുന്നുണ്ട് എന്ന് അവൾ ഉറപ്പുവരുത്തിയിരുന്നു. Her support was crucial in enabling Kalam to maintain his routine. അപ്പോൾ കലാമിന് തൻ്റെ ആ ഒരു റുട്ടീൻ നിലനിർത്താൻ സഹായിക്കുന്നതിൽ അമ്മയുടെ പിന്തുണ വളരെ നിർണായകമായിരുന്നു. ഇനി സെക്കൻഡ് വൺ, കലാം ബാലൻസ്ഡ് ഹിസ് വർക്ക് ആൻഡ് സ്കൂൾ. വർക്കും സ്കൂളും എല്ലാം കലാം ബാലൻസ് ചെയ്തു. പ്ലേയിങ് ഹിസ് പാർട്ട് ഇൻ എ വേ ദാറ്റ് ട്രൂലി മാറ്റേർഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ചിൽഡ്രൻ ഇവോൾവിംഗ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? കുട്ടികൾ കുടുംബത്തിലെ ഉത്തരവാദിത്വമുള്ള അംഗങ്ങളായി മാറുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻസർ ഒന്ന് എഴുതി നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ടു ബിക്കം റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആസ് കലാം ഡിഡ്. When children help at home, they learn the value and importance of responsibility and teamwork. It makes them proud of their contributions and teaches them to manage their time. കലാം ചെയ്തതുപോലെ കുട്ടികൾ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള അംഗങ്ങളായി മാറേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കുട്ടികൾ വീട്ടിൽ സഹായിക്കുമ്പോൾ ഉത്തരവാദിത്വത്തിൻ്റെയും ടീം വർക്കിൻ്റെയും മൂല്യവും പ്രാധാന്യവും ഒക്കെ അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവരുടെ സംഭാവനകളിൽ അവർ അഭിമാനിക്കുകയും സമയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ സഹായിക്കാറുണ്ടോ? രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒരുപാട് വർക്ക് ഉണ്ടാവും അല്ലേ കിച്ചണിലൊക്കെ. അപ്പോൾ അമ്മയെ ഒന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അതുപോലെ പാത്രങ്ങൾ കഴുകി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണം. അത് ബോയ് എന്നോ ഗേൾ എന്നോ വ്യത്യാസമില്ലാതെ അപ്പോൾ ബോയ്സും ഗേൾസും ചെയ്യണം. ഈ പണികളെല്ലാം പഠിച്ചിരിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ പാരൻസിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഇന്നു മുതൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.